നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1105th day. Today 9th sloka of Prathama Skandha 15th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1105 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 15ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകം. പ്രഥമസ്കന്ധത്തിലെ 15ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. യത്തേജസാ നൃപശിരോംഗ്രി മഹാമഹാർത്തേ ആര്യോനുജസ്തവ ഗജായുധ സത്വവീര്യ തേനാഹൃതാ പ്രമദനാദമഘായ ഭൂപ യന്മോജിതാസ്തദനയൻ ബലിമധ്വരേതേ. ഓം തത്സത്. യത്തേജസാ നൃപശിരോംഗ്രി മഹാമഘാർത്തേ ആര്യോനുജസ്തവ ഗജായുധ സത്വവീര്യ തേനാഹൃതാ പ്രമദനാഥമഘായ ഭൂപ യന്മോജിതാസ്തദനയൻ ബലിമധ്വരേതേ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യത് തേജസ, യ തേജസ. നൃപശിരാംഗ്രി മഹാമഘാർത്തേ ആര്യോനുജ തവ ഗജായുധ സത്വവീര്യ തേനാഹൃത പ്രമദനാഥ അഘായ ഭൂപ എൻ മോചിത തദനയൻ ബലിമധ്വരേ തേ. ബലി അധ്വരേ തേ. അതായത് ആര്യനും ആര്യോനുജസ്തവ, ആര്യോ തവ അനുജ. ആര്യോനുജസ്തവ എന്നുള്ളത് ആര്യ തവ അനുജ, ആര്യ അനുജസ്തവ. യത്തേജസ ആരുടെ തേജസ്സിനാൽ, ആരുടെ തേജസ് കൊണ്ട് മാത്രം. ആര്യനും തവ അങ്ങയുടെ, അനുജ അനുജനും, ഗജായുധ സത്വവീര്യ അതായത് ഒരുപാട് ആയുധം, ആനകളുടെ ആയിരക്കണക്കിന് ആനകളുടെ സത്വവും വീര്യവും ഉള്ളവനുമായ യാതൊരുത്തൻ. അതായത് ഇവിടെ ഭീമസേനനെയാണ് ഉദ്ദേശിക്കുന്നത്. യത് തേജസ യാതൊരുത്തൻ്റെ പ്രഭാവത്താൽ, മഘാർത്തേ യാഗത്തിനു വേണ്ടി, നൃപശിരോംഗ്രി രാജാക്കന്മാരുടെ ശിരസ്സുകൾ, അംഗ്രി പാദങ്ങളിൽ കൂടിയവനെ, ഹനിച്ചു. പ്രമദനാഥമഘായ പ്രമദനാഥൻ്റെ പൂജയ്ക്കായിക്കൊണ്ട്, അതായത് രാജസൂയ യാഗത്തിനു വേണ്ടി, തേന അവനാൽ, ആഹൃത ആഹരിക്കപ്പെട്ട, ഭൂപ രാജാക്കന്മാർ, മകം എന്ന് പറഞ്ഞാൽ യാഗം, എന്മോചിത യാതൊരുവനാൽ മോചിക്കപ്പെട്ടവരായിട്ട്, തേ അങ്ങയുടെ, അധ്വരെ യാഗത്തിൽ, രാജസ്വര യാഗത്തിൽ, ബലിയെ അനയൻ, എന്മോചിത തത അനയൻ.
അതായത് 10,000 ആനകൾക്ക് സമമായിട്ടുള്ള ശക്തിയും തേജസ്സും ഒക്കെയുള്ള അങ്ങയുടെ ഉത്സാഹവും ഒക്കെയുള്ള അനുജൻ, എൻ്റെ ജ്യേഷ്ഠനും അങ്ങയുടെ അനുജനുമായിട്ടുള്ള ആ ഭീമസേനൻ ആരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം അനേകം രാജാക്കന്മാരെ പിടിച്ചു വെച്ച് ബന്ധിച്ച് ബലി കൊടുക്കുവാനായിക്കൊണ്ട് വച്ചിരുന്ന ആ ജരാസന്ധനെ വധിച്ച് ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഭീമസേനന് ജരാസന്ധനെ വധിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഇവിടെ അർജുനൻ സൂചിപ്പിക്കുന്നത്. അപ്രകാരം വധിച്ച് ആ ജരാസന്ധൻ കാലഭൈരവന് ബലി കൊടുക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് രാജാക്കന്മാരെയായിരുന്നു കൊണ്ടുവന്ന് തടങ്കലിൽ പാർപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ളവരെയൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മോചിക്കപ്പെടുകയും ആ കാരണത്താൽ തന്നെ തങ്ങൾക്ക് മോചനം ലഭിച്ച കാരണത്താൽ ആ രാജാക്കന്മാരൊക്കെ രാജസൂയ യാഗത്തിൽ അവരാൽ ആവുന്നത്ര ദ്രവ്യങ്ങൾ കാഴ്ചയായി കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ ആ രാജസൂയ യാഗത്തിൽ ഇപ്രകാരം നമ്മളെ സഹായിച്ച നമ്മുടെ ഏറ്റവും ബന്ധുവും സ്വാമിയുമായിട്ടുള്ള ആ ഭഗവാൻ പിരിഞ്ഞു പോയിട്ട് എങ്ങനെ സഹിക്കും, ആ ഭഗവാന്റെ വേർപാട് എങ്ങനെ സഹിക്കും എന്ന് അർജുനൻ പുലമ്പുകയാണ്. അർജുനൻ്റെ ദുഃഖം ആ ഭഗവാൻ തങ്ങൾക്ക് ചെയ്ത ഓരോരോ സഹായം, ഓരോ ഭഗവാന്റെ സന്നിധാനം കൊണ്ട് മാത്രം അവർക്ക് ലഭിച്ച ഓരോ ഭാഗ്യങ്ങളും എല്ലാ കാര്യത്തിലും ആ ഭഗവാന്റെ സന്നിധാനം കൊണ്ട് മാത്രമാണ് സാധ്യമായത്. അപ്രകാരമുള്ള ഭഗവാൻ പിരിഞ്ഞു പോയല്ലോ എന്നോർത്ത് വിഷമിക്കുകയാണ് അർജുനൻ. തൻ്റെ സഹോദരനായ ധർമ്മപുത്രരോട് വിഷമിച്ചുകൊണ്ട് പറയുന്ന ഭാഗമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യത്തേജസാ നൃപശിരോംഗ്രി മഹാമഘാർത്തേ ആര്യോനുജസ്തവ ഗജായുധ സത്വവീര്യ തേനാഹൃദാ പ്രമദനാഥമഘായ ഭൂപ യന്മോചിതാസ്തദനയൻ ബലിമദ്വരേതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ. ഓം തത്സത്.